ഹായ് ഹലോ എല്ലാവർക്കും AGR ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ഫേസ് വാഷ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പപ്പായയുടെ ഫേസ് വാഷാണ് കേട്ടോ ചെയ്യുന്നത്. കൂടുതൽ കാലം നമ്മുടെ ഒരു ഫേസ് വാഷ് കേടുകൂടാതിരിക്കാനായിട്ട് ഈ ഒരു രീതിയിൽ ചെയ്താൽ മതിയാവേ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഫേസ് വാഷ് ചെയ്യണമെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് ആദ്യമേ തന്നെ നമ്മളൊരു വെയ്പ്പ് മെഷീനും അതിന് മുകളിലേക്ക് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രത്തിൻ്റെ വെയിറ്റ് മൈനസ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഫേസ് വാഷിൻ്റെ ബേസാണ്. ട്രാൻസ്പെറൻറ്റ് ബേസാണ് കേട്ടോ വരുന്നത്. 200 ഗ്രാമാണ് നമ്മൾ ബേസ് എടുത്തിരിക്കുന്നത്. പിന്നെ ടയർ അമർത്തിയതിന് ശേഷം അടുത്തതായിട്ട് ഒഴിച്ചു കൊടുക്കണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ DM വാട്ടറാണ് കേട്ടോ. ഡീമിനറലൈസ്ഡ് വാട്ടർ അല്ലെങ്കിൽ അയോണൈസ്ഡ് വാട്ടർ എന്നൊക്കെ പറയും. സാധാ വാട്ടർ അല്ല, സാധാ വാട്ടറിൽ നിന്നുള്ള മിനറൽസും അയൺസും എല്ലാം റിമൂവ് ചെയ്തിട്ടുള്ള വാട്ടറാണ് DM വാട്ടർ. ആ DM വാട്ടർ നമ്മളൊരു 30 ഗ്രാമിൻ്റെ അടുത്താണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തതായിട്ട് ഒഴിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അലോവേരയുടെ എക്സ്ട്രാക്റ്റാണ്. എക്സ്ട്രാക്റ്റൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റ് കൂടുതൽ കാലം ഷെൽഫ് ലൈഫോട് കൂടി കിട്ടുന്നതായിരിക്കും കേട്ടോ. അലോവേരയുടെ എക്സ്ട്രാക്റ്റ് ഒരു 20 ഗ്രാമാണ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ആഡ് ചെയ്യാനായിട്ട് പോകുന്നത് പപ്പായയുടെ എക്സ്ട്രാക്റ്റാണ്. ഈ എക്സ്ട്രാക്റ്റ് എടുക്കുന്ന സെയിം അളവിൽ തന്നെ നമുക്ക് പപ്പായയുടെ ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. പക്ഷേ ഷെൽഫ് ലൈഫ് കുറവായിരിക്കും കേട്ടോ. അങ്ങനത്തെ നമ്മൾ 50 ഗ്രാം പപ്പായയുടെ എക്സ്ട്രാക്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ ടയർ അമർത്തുകയാണ്. പിന്നെ അതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വെജ് ഗ്ലിസറിനാണ്. നല്ലൊരു മോയ്സ്ചറൈസ് നമ്മുടെ ഫേസിനൊക്കെ നൽകാനായിട്ട് നല്ലതാണ്. 5 ഗ്രാമാണ് കേട്ടോ വെജ് ഗ്ലിസറിൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒഴിക്കുന്നത് നമ്മുടെ വൈറ്റമിൻ ഇയുടെ ഓയിലാണ്. അതൊരു 5 ഡ്രോപ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഓയിലിന് പകരം നമുക്കിതിൻ്റെ ക്യാപ്സ്യൂളാണെങ്കിലും ചേർക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. നമുക്ക് മിക്സ് ആക്കുമ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റും, നമ്മുടെ തിക്കായിട്ട് വരുന്നത് അറിയാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വീഡിയോയുടെ സ്പീഡ് കൂട്ടിയിട്ട് കൊടുത്തേക്കണതാണ്. നല്ല രീതിയിൽ നമ്മൾ മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാടിട്ട് മിക്സാക്കി കഴിഞ്ഞ് നല്ല ബബിൾസ് വന്ന് കൂടും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നല്ല രീതിയിൽ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. മിക്സാക്കും തോറും നല്ല തിക്കായിട്ട് വരുന്നുണ്ട്. പിന്നെ ഒരു പപ്പായയുടെ കളറിന് വേണ്ടിയിട്ട് നമ്മൾ കോസ്മെറ്റിക് ഗ്രേഡ് ആയിട്ടുള്ള ഓറഞ്ച് ലിക്വിഡ് കളർ ആദ്യമേ ഒരു 3 ഡ്രോപ്സ് ആഡ് ചെയ്തു. പിന്നെ ലൈറ്റായിട്ടൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് പപ്പായയുടെ തന്നെ സ്മെല്ലും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം 1 ഗ്രാമിൻ്റെ ഒക്കെ അടുത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നല്ല രീതിയിൽ നമ്മൾ വീണ്ടും മിക്സാക്കി കൊടുക്കുന്നുണ്ട്. കളറ് പോരാന്നുണ്ടെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ ഞാനൊരു 3 ഡ്രോപ്സ് ആഡ് ചെയ്തു. പിന്നെ വീണ്ടും കുറച്ചും കൂടെ കളർ വേണമെന്ന് തോന്നിയത് കൊണ്ട് ഒരു 5 ഡ്രോപ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കളറൊക്കെ നമുക്ക് നോക്കിയിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സ്മെല്ലാണെങ്കിലും വേണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അങ്ങനത്തെ നമ്മൾ നല്ല രീതിയിൽ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ നമ്മുടെ ഒരു ഫേസ് വാഷ് വന്നിരിക്കുന്നത്. ഒരുപാട് ലൂസും അല്ല, എന്നാൽ ഒരുപാട് തിക്കും അല്ലാത്ത രീതിയിലാണ് വന്നിരിക്കുന്നത്. പിന്നെ കളറെന്ന് പറയുമ്പോൾ നമുക്ക് നേരിട്ട് കാണുമ്പോഴും വീഡിയോയിൽ കാണുമ്പോഴും കളറിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. വീഡിയോയിൽ കാണുമ്പോൾ ഒരു യെല്ലോ കളർ മാതിരിയാണ് നമ്മുടെ ഫേസ് വാഷ് ഇരിക്കുന്നത്. പക്ഷേ ഓറഞ്ച് കളറാണ് കേട്ടോ വരുന്നത്. പിന്നെ അടുത്തതായിട്ടുള്ള പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലുള്ള ബബിൾസൊക്കെ ഒന്ന് റിമൂവ് ആവാനായിട്ട് നമ്മൾ ക്ലിംഗ് ഫിലിം ഉപയോഗിച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. നമ്മൾ ഈ ഫേസ് വാഷ് കൊടുക്കുന്നതിൻ്റെ തലേ ദിവസമാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നൈറ്റ് ഇരുന്നാണ് ചെയ്യുന്നത്. പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴേക്കും അതിൻ്റെ ബബിൾസ് എല്ലാം പോയി നല്ല ക്ലിയർ ആയിട്ട് നമ്മുടെ ഒരു ഫേസ് വാഷ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതെന്തായാലും ഇതിൻ്റെ ബബിൾസ് എല്ലാം പോയിട്ട് പിറ്റേ ദിവസം കാണിച്ചു തരാട്ടോ എങ്ങനെ കിട്ടേക്കണമെന്നുള്ളത്. അങ്ങനത്തെ നമ്മുടെ ഫേസ് വാഷ് നല്ല ബബിൾസ് എല്ലാം പോയി നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൽ വെച്ചിട്ടുണ്ടായിരുന്ന ക്ലിംഗ് ഫിലിം എല്ലാം മാറ്റാണ്. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഫേസ് വാഷ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെ ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ഫേസ് വാഷ് ഇരിക്കുന്നത്. ഈ ഒരു തിക്നെസ്സാണ് കേട്ടോ വരുന്നത്. ഇനിയുള്ള പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ബോട്ടിലാക്കി ഫില്ലാക്കാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ഒരു മെഷർമെൻറ്റ് കപ്പിലോട്ട് മാറ്റാണ് നമ്മുടെ ബോട്ടിലോട്ട് ഒഴിക്കാനുള്ള എളുപ്പത്തിന്. നമ്മളെപ്പോഴും പുറത്തോട്ടൊക്കെ സെയിൽ ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ അതിൻ്റെ pHും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് വേണം കേട്ടോ കൊടുക്കാനായിട്ട്. പിന്നെ ഇതുപോലത്തെ ബോട്ടിലാണ് വരുന്നത്. 100 ml ഫ്ലിപ്പ് ക്യാപ്പ് ബോട്ടിലാണ് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇനി ഓരോരോ ബോട്ടിലാക്കി ഫില്ല് ചെയ്യുകയാണ്. ഈ ഒരു ഫേസ് വാഷിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നൊക്കെ നല്ല രീതിയിൽ ബ്രൈറ്റൻ ചെയ്യാനായിട്ട് നല്ലതാണ്. അതുപോലെ തന്നെ ഈ മുഖക്കുരു വന്നതിൻ്റെ കറുത്ത പാടുകളൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് നല്ലതാണ്. ഈ ഫേസിലൊക്കെ ഉണ്ടാകുന്ന എക്സസ് ആയിട്ടുള്ള ഓയിൽസൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് നല്ലതാണ് കേട്ടോ. അങ്ങനത്തെ നമ്മുടെ ഫേസ് വാഷൊക്കെ ഇവിടെ ബോട്ടിൽ ഫില്ല് ചെയ്ത് വന്നിട്ടുണ്ട്. 200 ഗ്രാമാണ് നമ്മൾ ഫേസ് വാഷിൻ്റെ ബേസ് എടുത്തിട്ടുണ്ടായിരുന്നത്. 300 ഗ്രാം ഫേസ് വാഷ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 100 ഗ്രാമിൻ്റെ 3 ബോട്ടിലായിട്ട് അങ്ങനെ വന്നിട്ടുണ്ട്.
പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ എക്സ്ട്രാക്റ്റൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഷെൽഫ് ലൈഫ് കൂടുതൽ നാൾ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്തോട്ടൊക്കെ സെയിൽ ചെയ്യുന്നവരാണെങ്കിലും കൂടുതൽ കാലം സ്റ്റോറൊക്കെ ചെയ്ത് ഇങ്ങനെ വയ്ക്കുന്നവരൊക്കെ ആണെങ്കിലും നമുക്ക് ഇതുപോലെ എക്സ്ട്രാക്റ്റൊക്കെ വെച്ചിട്ട് ചെയ്യണമായിരിക്കും നല്ലത്. ചിലർ നമ്മൾ മേടിക്കുന്നവർ തന്നെ 1-2 ബോട്ടിലൊക്കെ മേടിക്കുന്നവരുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സ്ട്രാക്റ്റ് വെച്ചിട്ട് ചെയ്യണമായിരിക്കും നല്ലത്. പിന്നെ അതിന് ശേഷം നമ്മുടെ സ്റ്റിക്കറും കാര്യങ്ങളെല്ലാം മുട്ടിച്ച് നമ്മളിവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പം നമുക്ക് ഈ ഒരു പപ്പായയുടെ ഫേസ് വാഷിന് പകരം നമുക്ക് വേറെ ഏത് എക്സ്ട്രാക്റ്റ് വെച്ചിട്ട് വേണമെങ്കിലും ഈ ഒരു മെഷർമെൻറ്റിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പപ്പായ ഫേസ് വാഷ് വേണമെങ്കിലും അതുപോലെ തന്നെ ഇതിൻ്റെ മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. കൂടാതെ തന്നെ സോപ്പ് മേക്കിങ്ങിനുള്ള മെറ്റീരിയൽസ്, അതുപോലെ തന്നെ ഷാമ്പൂ മേക്കിംഗ് മെറ്റീരിയൽസ്, ലിപ് ബാമിനുള്ള മെറ്റീരിയൽസ് ഒക്കെ അവൈലബിൾ ആണ്. നമ്മൾ മെയിനായിട്ടും പോസ്റ്റ് വഴിയും അതുപോലെ തന്നെ DTDC വഴിയാണ് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മെറ്റീരിയൽസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. കോള് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല കേട്ടോ. മിക്ക കൂട്ടുകാരും ഇതുപോലെ ഫേസ് വാഷൊക്കെ ട്രൈ ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ഈ ഒരു ഫേസ് വാഷ് ട്രൈ ചെയ്ത് നോക്കണമെന്ന് താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് സിമ്പിളായിട്ട് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ ഈ ഒരു ഫേസ് വാഷ്. അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടാതെ തന്നെ ലൈക്കും അതുപോലെ തന്നെ ഹൈപ്പും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.